ഇപ്പോ ഇന്നത്തെ എക്സാമ്പിൾ ആയിട്ട് ഇഫ് എ ഈക്വൽ ടു സെറ്റ് എക്സ് വൈ, ഇതിന്റെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാലോ? ആദ്യം തന്നെ ഇതിന്റെ സബ്സെറ്റ് എഴുതാം. സബ്സെറ്റ് ഏതൊക്കെയാ? നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പൊ നൾ സെറ്റ് ഇതിന്റെ ഒരു സബ്സെറ്റാ. പിന്നെയോ സെറ്റ് എക്സ് എന്ന് പറയുന്നത് ഒരു സബ്സെറ്റാ, സെറ്റ് വൈ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റാ, സെറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു സബ്സെറ്റാ. പി ഓഫ് എ എന്ത് കിട്ടും? പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെറ്റ് നൾ സെറ്റ് സെറ്റ് എക്സ് സെറ്റ് വൈ സെറ്റ് എക്സ് വൈ അല്ലെ? ഇതിനെ ഒരു സെറ്റിന്റെ അകത്താക്കാം. അപ്പൊ സെറ്റ് നൾ സെറ്റ് സെറ്റ് എക്സ് സെറ്റ് വൈ സെറ്റ് എക്സ് വൈ, ഇതാണ് എന്ത് കിട്ടുന്നത്? പി ഓഫ് എ. പി ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ് ഉണ്ട്. എയില് 2 എലമെന്റ് ആയിരുന്നു, പി ഓഫ് എയില് 2:2 4 എലമെന്റ്. 4 എലമെന്റ് ഏതൊക്കെയാ? നൾ സെറ്റ് ഒരു എലമെന്റ് ആണ് പി ഓഫ് എയില്. അതുപോലെ തന്നെ സെറ്റ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എയില് ഒരു എലമെന്റ് ആണ്. സെറ്റ് വൈ എന്ന് പറയുന്നത് പി ഓഫ് എയില് ഒരു എലമെന്റ് ആണ്. സെറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു പി ഓഫ് എ. പി ഓഫ് എയില് ഒരു എലമെന്റ് ആണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. പിന്നെ വെറുതെ എക്സ് നിർത്താലോ? ആ എക്സ് എന്ന് പറയുന്നത് എയിലെ എലമെന്റാ. എക്സ് എയിലെ എലമെന്റാ. സെറ്റ് എക്സ് ആകുമ്പോ പി ഓഫ് എയിലെ എലമെന്റ്. ഓക്കെ, ഈ വൈ എന്ന് പറയുന്നതോ? വൈ എന്ന് പറയുന്നതും എയിലെ എലമെന്റാ. സെറ്റ് വൈ എന്ന് പറയുമ്പോ പി ഓഫ് എയിലെ എലമെന്റ് അല്ലെ? സെറ്റ് വൈ അല്ലേ പി ഓഫ് എയിലെ എലമെന്റ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പവർ സെറ്റുകൾ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർവെൽസ് ആസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇന്റർവെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനില് ഇപ്പോ നമ്മൾ 2 പോയിന്റ് എടുക്കാന്ന് വിചാരിക്കുക, എയും ബിയും. അപ്പോ റിയൽ നമ്പർ ലൈൻ എന്ന് പറയുമ്പോ പ്ലസ് ഇൻഫിനിറ്റി വരെ ഇങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പറുകളും റാഷണലും ഇറാഷണലും നെഗറ്റീവും പോസിറ്റീവും എല്ലാം പെടുന്നതാണ് ഇത് റിയൽ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. റിയൽ നമ്പർ ലൈൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഉൾപ്പെടും അല്ലെ? എയും ബിയും ഇൻക്ലൂഡഡ് ആയിട്ട് ഇതിനിടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പറും പെടുന്ന സെറ്റാണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ, എക്സ് ബിലോങ്സ് ടു ആർ, കോമ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോ എയോ എയേക്കാൾ വലുതോ ബിയോ ബിയേക്കാൾ ചെറുതോ ആണ് എക്സ് എന്ന് പറയുന്ന എലമെന്റ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ക്ലോസ്ഡ് ഇന്റർവൽ 2, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ലൈനില് ഇത് 2 ഇവിടെ 4 3ന്റെ ഇടയ്ക്ക് ഓക്കെ എങ്ങനെ എക്സെട്ര അങ്ങോട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ഇങ്ങോട്ട് മൈനസ് ഇൻഫിനിറ്റി വരെ നമ്പേഴ്സ് പോകും. അപ്പോ 2ഉം 3യും ഇൻക്ലൂഡഡ് ആണ്. 2ഉം 3യും ഇൻക്ലൂഡഡ് ആണ്. അതിനിടയ്ക്കുള്ള റിയൽ നമ്പറുകൾ എല്ലാം, അതിനിടയ്ക്കുള്ള റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിയൽ നമ്പർ ഉണ്ട് അല്ലെ? 2.1, 2.11, 2.01, 2.001, 2.0001, 2.00002 അല്ലെ? അങ്ങനെ പറയുന്നത് എല്ലാം 2നും 4നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് തന്നെയാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് റിയൽ നമ്പർ ഇല്ലേ? ആ റിയൽ നമ്പറുകളുടെ സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ്ഡ് ഇന്റർവൽ 2, 4. ക്ലോസ്ഡ് ഇന്റർവൽ 2, 4 എന്ന് പറഞ്ഞാൽ 2, 4ഉം ഇൻക്ലൂഡഡ് ആണ്. 2, 4ഉം ഇൻക്ലൂഡഡ് ആയിട്ട് അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും പെടുന്ന സെറ്റ്, ആ സെറ്റിനാണ് ക്ലോസ്ഡ് ഇന്റർവൽ 2, 4 എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഇൻക്ലൂഡഡ് ആയിട്ട് അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും പെടും. അതിനാണ് എന്ത് പറയുന്നത്? ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഇതുപോലെ എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. ആ എക്സ് എയോ ബിയോ വരാം, അതിനിടയ്ക്കുള്ള ഏത് റിയൽ നമ്പറും വരാം. എക്സ് റിയൽ നമ്പർ ആണ്,
എയോ ബിയോ വരാം, അതിനിടയ്ക്കുള്ള ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. ഓക്കെ, അതാണ് ക്ലോസ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ടോ? ലെറ്റ് എ ആൻഡ് ബി ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ. എ ലെസ് ദാൻ ബി ആണെങ്കിൽ then the set of real numbers y such that a less than or equal to ഇത് ഓപ്പൺ ഇന്റർവെലിന്റെ y less than a ക്ലോസ് ഇന്റർവെലിന്റെ ഇവിടെയാ which contains the end points is also called closed interval. അപ്പോ എയും ബിയും ഇൻക്ലൂഡഡ് ആയിട്ട് അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും പെടുന്നതാണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ ഇന്റർവൽ എ ബി ഉണ്ട്. ഓപ്പൺ ഇന്റർവൽ എ ബി അപ്പൊ എന്ന് പറയുമ്പോഴോ അതിന്റെ സെറ്റ് ബിൽഡർ ഫോം സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ റിയൽ നമ്പർ കോമ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അപ്പൊ എയും ബിയും ഇൻക്ലൂഡഡ് അല്ല, അതിനിടയ്ക്കുള്ള റിയൽ നമ്പർ മാത്രം. അപ്പൊ ആ നമ്പർ ലൈനിൽ ഇതുപോലെ വരും. ഇതുപോലെ ഇത് പ്ലസ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇങ്ങോട്ട് പ്ലസ് ഇൻഫിനിറ്റി. എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. എയും ബി ഇൻക്ലൂഡഡ് അല്ല, എയും ബിയും ഇൻക്ലൂഡഡ് അല്ല, അതിന് ഇങ്ങനെ സീറോ പോലെ ഇടും. ഇതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും ഉണ്ടാവും. എയും ബിയും ഇൻക്ലൂഡഡ് അല്ല, ഇതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും പെടുന്ന സെറ്റാണ് ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണിക്കാനാണ് ഇങ്ങനെ സീറോ പോലെ ഇട്ടേക്കണേ. ഇവിടെ ഇൻക്ലൂഡഡ് ആണെന്ന് കാണിക്കാനാണ് ആ സീറോയുടെ അകത്ത് ഷെയ്ഡ് ചെയ്തേക്കണ. ഇൻക്ലൂഡഡ് ആണെന്ന് കാണിക്കാൻ. ഇത് ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണിക്കാനാ ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് കിട്ടും. ഓപ്പൺ ഇന്റർവൽ എ ബി ഇതിന് വായിക്കുന്നത്. ഓക്കെ, ഇത് ക്ലോസ് ഇന്റർവൽ, ഇത് ഓപ്പൺ ഇന്റർവൽ. അപ്പൊ ഓപ്പൺ ഇന്റർവൽ എ ബിയില് എയും ബിയും ഇൻക്ലൂഡഡ് അല്ല, അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും വരും. ഇപ്പൊ ഓപ്പൺ ഇന്റർവൽ 2, 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് 2ഉം ഇത് 3 എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 2 ഇല്ല 3 ഇല്ല, അതിനിടയ്ക്കുള്ള റിയൽ നമ്പർ മാത്രം. അപ്പൊ 2ഉം 3ഉം ഇല്ല. 2.1 ഉണ്ട്, 2.01 ഉണ്ട്, അങ്ങനെ എക്സെട്ര 3 വരെ, 3യുടെ അടുത്ത് വരെ 2.99999 ഒക്കെ ഉണ്ട്. പക്ഷെ 3 ഇല്ല എന്ന് മാത്രം, 3യുടെ അടുത്ത് വരെ ഉള്ളൂ. ഓക്കെ, അതാണ് ഓപ്പൺ ഇന്റർവൽ 2, 3 എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ടൈപ്പായി. ഇനി രണ്ട് ടൈപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പൺ എ, ക്ലോസ്ഡ് ബി. അപ്പൊ എ ഇല്ല, ബി ഉണ്ടെന്ന് അർത്ഥം. അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോ എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്, എയേക്കാൾ വലുത്, ബിയോ ബിയേക്കാൾ ചെറുതോ. ഓക്കെ, അതിന് നമ്മൾ എഴുതുന്നത് ഓപ്പൺ എ ക്ലോസ്ഡ് ബി. നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോ നമ്പർ ലൈനിൽ എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. എ ഇല്ല, ബി ഉണ്ട്, ബി ഇൻക്ലൂഡഡ് ആണ്. അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പറും വരും, ഇതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. അതാണ് എന്ത് കിട്ടുന്നത്? ഓപ്പൺ എ ക്ലോസ്ഡ് ബി കിട്ടുന്നത്. ഇനി അടുത്തതുള്ളത് ക്ലോസ്ഡ് എ ഓപ്പൺ ബി, റൈറ്റ് ഓപ്പണും ലെഫ്റ്റ് ക്ലോസ്ഡും. അതെന്ന് പറഞ്ഞാൽ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. എ ഇൻക്ലൂഡഡ് ആണ്, ബി ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അതിന്റെ നമ്പർ ലൈനിലുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എയും ബിയും. എ ഇൻക്ലൂഡഡ് ആണ്, ബി ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ബി വരെ, ബിയുടെ അടുത്ത് വരെ ഇങ്ങനെ ഇതുപോലെ. ഓക്കെ, അതാണ് ലെഫ്റ്റ് ക്ലോസ്ഡും റൈറ്റ് ഓപ്പണും വരുന്നത്. ഓക്കെ, ഈ 4 ടൈപ്പ് ഇന്റർവൽ ഓർത്തിരുന്നു. അപ്പൊ ക്ലോസ് ഇന്റർവൽ എ ബി, ഓപ്പൺ ഇന്റർവൽ എ ബി, ഓപ്പൺ എ ക്ലോസ്ഡ് ബി, ക്ലോസ്ഡ് എ ഓപ്പൺ ബി. 4 ടൈപ്പ് ഇന്റർവെല്ലും അതിന്റെ സെറ്റ് ബിൽഡർ ഫോമും. സെറ്റ് ബിൽഡർ ഫോമുകൾ എഴുതുന്നത് ഈ മെത്തേഡില്. ഓക്കെ, അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെ വരും. ഇത് ഉണ്ടാവും. ഇത് ഓപ്പൺ ഇന്റർവൽ എ ബി, ഇത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഇത് ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇതോ റൈറ്റ് സൈഡ് ക്ലോസ്, ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഉണ്ടാവും. അതിന്റെ ഗ്രാഫുകളും ഓർത്തിരുന്നു. ഓക്കെ,
റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇന്റർവൽ. ഇന്റർവൽ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമാ. ആറില് ഒന്നാമത്തെ തന്നേക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. -4 ഇൻക്ലൂഡഡ് അല്ല, അവിടെ ഈക്വൽ ടു ഇല്ല ഉണ്ടാവും. -4 ഇൻക്ലൂഡഡ് അല്ല, 6 ഇൻക്ലൂഡഡ് ആണ്. അപ്പോ എങ്ങനെ വരും? ഈക്വൽ ടു -4 ഇല്ല, ഓപ്പൺ കൊടുക്കണം, 6ന്റെ അവിടെ ക്ലോസ്ഡ്. ഇത് ഇങ്ങനെ വരും ഇന്റർവെൽ ആയിട്ട് എഴുതുമ്പോൾ. ഓക്കെ, അടുത്തത് നോക്കിയേ. -12 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -10 അല്ലെ. രണ്ടാമത്തത് എഴുതിയിരിക്കുന്നത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ കോമ -12 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -10. ഇവിടെ -12ഉം -10ഉം ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ അവിടെ എങ്ങനെ വരും? ഈക്വൽ ടു, രണ്ട് സൈഡ് ഓപ്പൺ വരും. -12 -10 ഇത് രണ്ടും ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ ആ ഇന്റർവെലുകൾ പ്രത്യേകം ഓർത്തിരുന്നോളണം. ദെൻ മൂന്നാമത്തതോ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 അല്ലെ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അപ്പൊ അവിടെ 0 ഇൻക്ലൂഡഡ് ആണ്, 7 ഇൻക്ലൂഡഡ് അല്ല. 7ന്റെ അവിടെ ഓപ്പൺ കൊടുക്കണം അല്ലെ. 0 ഇൻക്ലൂഡഡ് ആണ്, 7 ഇൻക്ലൂഡഡ് അല്ല. 0 7 കിട്ടും. ക്ലോസ്ഡ് 0 ഓപ്പൺ 7 വരും. ഓക്കെ, ദെൻ ഫോർത്ത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എക്സ് ഇസ് എ റിയൽ നമ്പർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇവിടെ 3ഉം 4 ഇൻക്ലൂഡഡ് ആ, അതിനിടയ്ക്കുള്ള റിയൽ നമ്പറും വരും അല്ലെ. അപ്പൊ രണ്ട് സൈഡും ക്ലോസ്ഡ്. ക്ലോസ്ഡ് ഇന്റർവൽ 3 4 കിട്ടും. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവൽ 3 4. അപ്പോ ഇതുപോലെ സെറ്റ് ബിൽഡർ ഫോം തന്നാല് ഇങ്ങനെ ഇന്റർവെൽ ആക്കി എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ദ ഫോളോയിങ് ഇന്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഇനി ഇതുപോലെ ഇന്റർവെൽ തരും, അതിന് നേരെ തിരിച്ച് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം? അതിൽ ഒന്നാമത്തെ തന്നേക്ക് നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പൺ ഇന്റർവെൽ -3 0 അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു റിയൽ നമ്പർ -3യേക്കാൾ വലുത് അല്ലെ. എക്സ് ലെസ് ദാൻ 0 0യേക്കാൾ ചെറുത്. ഓക്കെ, -3യേക്കാൾ വലുത്. -3ഉം 0 ഇൻക്ലൂഡഡ് അല്ല, അതിനിടയ്ക്കുള്ള റിയൽ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്കുള്ള റിയൽ നമ്പേഴ്സുകൾ മാത്രം. ഓക്കെ, ദെൻ രണ്ടാമത്തത് തന്നിരിക്കുന്നത് രണ്ടാമത്തത് ക്ലോസ്ഡ് ഇന്റർവൽ 6 12 രണ്ടും ക്ലോസ്ഡ് അല്ലേ നോക്കി. അപ്പൊ രണ്ടും ഇൻക്ലൂഡഡ് ആണെന്ന് അർത്ഥം. ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. രണ്ടും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യനോ. തേർഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്പൺ 6 ക്ലോസ്ഡ് 12. 12ന്റെ അവിടെ ക്ലോസ്ഡ് കേട്ടോ, 6ന്റെ അവിടെ ഓപ്പൺ. അപ്പൊ 6 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഓക്കെ, ദെൻ നാലാമത്തത് ക്ലോസ്ഡ് -23 ഓപ്പൺ 5. ക്ലോസ്ഡ് -23 ഓപ്പൺ 5. അപ്പൊ എന്ന് പറയുമ്പോഴോ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇന്റർവെല് തന്നാൽ അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ ഇന്റർവെലുകൾ എല്ലാം ഓർത്തിരുന്നോളണം, അതിന്റെ മീനിങ്ങും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂണിവേഴ്സൽ സെറ്റിന്റെ ഡെഫിനിഷൻ. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ സെറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന
എല്ലാ സെറ്റുകളും കൂടുന്ന വലിയൊരു സെറ്റ്, ആ സെറ്റിനാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെറ്റിന്റെ ഓപ്പറേഷനുകൾ ഉണ്ട്, ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളും കൂടുന്ന വലിയൊരു സെറ്റ്, ആ സെറ്റിനാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെയാന്ന് വിചാരിക്കുക, 2, 3, 5, 7. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് 1, 3, 6, 8. സി എന്ന് പറയുന്ന ഒരു സെറ്റ് 0, 4, 5, 9. ഇങ്ങനെ. ഇനി യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റുകളെല്ലാം കൂടുന്ന വലിയൊരു സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അല്ലെ? ഈ സെറ്റിലുള്ള എലമെന്റുകൾ അല്ലേ എയിലും ബിയിലും സിയിലും ഉള്ളത്? അപ്പോ ഈ സെറ്റുകളെല്ലാം കൂടുന്ന വലിയൊരു സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിള് ക്യാപിറ്റൽ ലെറ്റർ യു ആ. ഓക്കെ, എ യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദ എലമെന്റ്സ് ഓർ ഒബ്ജക്റ്റ് ഓഫ് അതർ സെറ്റ്. കണ്ടോ? അപ്പൊ ഈ സെറ്റിലൊക്കെ കൊള്ളുന്ന എല്ലാ എലമെന്റും കൂടുന്ന വലിയ ഒരു സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ യു. യു എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഓർത്തിരിക്കണം. ദെൻ നെക്സ്റ്റ്, വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റുകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അതിനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യും. ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റുകളെ നമ്മൾ ഒരു ഡയഗ്രത്തിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്? വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. വെൻ ഡയഗ്രാം, മോസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ മീൻസ് ഓഫ് ഡയഗ്രാംസ് വിച്ച് ആർ നോൺ ആസ് വെൻ ഡയഗ്രാം. അപ്പൊ ഡയഗ്രത്തിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. അതില് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആയിട്ട്, യൂണിവേഴ്സൽ സെറ്റ് റെക്ടാംഗിൾ ആയിട്ട്, അതിന്റെ സബ്സെറ്റുകൾ നമ്മൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സർക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. കേട്ടോ? ഇങ്ങനെ ക്ലോസ്ഡ് കർവ് സർക്കിൾസ് ആണ് സബ്സെറ്റുകൾ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് വരുന്ന എല്ലാം കൂടുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇതിനകത്തുള്ള എല്ലാ എലമെന്റും വരുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുമ്പോഴോ ഈ സർക്കിൾ മാത്രം, ഈ സർക്കിളിൽ പെടുന്നതാണ് എ എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ്. ബി ഇതാണെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ് എഴുതാൻ പറഞ്ഞാലോ ഈ സർക്കിളിൽ പെടുന്നതാണ് ബി എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ്. ഇനി സി എന്ന് പറയുന്ന സെറ്റ് ഇതാണെങ്കിൽ സി എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ് എഴുതാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഈ സർക്കിളിൽ വരുന്ന എലമെന്റുകൾ, അതാണ് സി എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ് കിട്ടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു വെൻ ഡയഗ്രാം ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന എല്ലാ എലമെന്റാണ് യൂണിവേഴ്സൽ സെറ്റ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഇതിപ്പോ സി എന്ന് പറയുന്ന സെറ്റ് എ, ഇത് ബി. ബി എന്ന് പറയുമ്പോൾ പുറത്തല്ലാത്ത ബി, എയും പുറത്തല്ല ശരിക്ക്. എ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ അകത്തുള്ളതാണ് എ. ബി എന്ന് പറയുമ്പോഴോ ഈ സർക്കിളിന്റെ അകത്തുള്ളതാണ് ബി കിട്ടുന്നത്. സി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ അകത്തുള്ളതാണ് സി കിട്ടുന്നത്. ഓക്കെ, ഇത് 5, 8, 6, 3, 2, 9, 1, 7, 4, 10, 11, 12. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റുകൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? യു ഈക്വൽ ടു ആ റെക്ടാംഗിളിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ എലമെന്റും ആണ് യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ്. ഈ റെക്ടാംഗിൾ ഇതിന്റെ അകത്ത് ഏതൊക്കെ എലമെന്റ് ഉണ്ടോ അതൊക്കെയാണ് യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ യു ഈക്വൽ ടു എന്ത് എഴുതാം? 1 ഉണ്ട് അല്ലെ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. 1, 2, 3, 4,
5 6 7 8 9 10 11 12 അല്ലെ? അത്രയും എലമെന്റ് ആണ് യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ് ഇതുപോലെ ഡയഗ്രാം തന്നിട്ട് എഴുതാൻ പറഞ്ഞാൽ ഈ ഇതിനകത്ത് റെക്ടാങ്കിളിന്റെ അകത്ത് കിടക്കുന്ന എലമെന്റ് മുഴുവനും യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ് ആണ്. ഇനി എ എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ് എഴുതാൻ പറഞ്ഞാലോ, എ എന്ന് പറയുന്ന സെറ്റ് എലമെന്റ് ഈ സർക്കിൾ ഉണ്ടാവും. എ എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഈ സർക്കിൾ ഉണ്ടാവും. ഈ സർക്കിളിന്റെ അകത്ത് വരുന്നത് ഏതൊക്കെയാ? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. 1 3 5 6 7 8 അല്ലെ? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഓർഡറിൽ എഴുതുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. 1 7 8 6 3 5 ഈ സർക്കിൾ എടുക്കാം. ഈ സർക്കിൾ അല്ലെ? ഈ സർക്കിൾ എടുക്കുമ്പോൾ അതിനകത്ത് വരുന്നതാണ് എ എലമെന്റ്സുകൾ. എ എലമെന്റ്. ബി എലമെന്റ് എന്ന് പറയുന്നതോ, ബി എന്ന് പറയുന്ന സെറ്റ് ഈ സർക്കിൾ എടുക്കാം. ഈ സർക്കിൾ അല്ലെ? ഈ പോകുന്ന സർക്കിൾ, ആ സർക്കിളിന്റെ അകത്ത്, ആ സർക്കിളിന്റെ അകത്ത് ഏതൊക്കെയാ? 2 4 5 6 8 9 അല്ലെ? 2 4 5 6 8 9 2 4 5 6 8 9 അത്രയും എലമെന്റ്സ്. ഈ സി എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ് എഴുതാൻ പറയുമ്പോഴോ, സി എന്ന് പറഞ്ഞ ഈ സർക്കിൾ ആണ്. ഈ സർക്കിളിലെ സി അതിനകത്ത് വരുന്നത് 2 3 5 9 10 അല്ലെ? 2 3 5 9 10 അതാണ് സി എന്ന് പറഞ്ഞ സർക്കിളില്. 2 3 5 9 10 സി എന്ന് പറഞ്ഞ സർക്കിളിൽ വരുന്ന എലമെന്റ്. 11ഉം 12ഉം യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, പക്ഷെ എയിലോ ബിയിലോ സിയിലോ ഇല്ല എന്ന് മാത്രം. അപ്പോ ഓർത്തിരിക്കേണ്ടത് വെൻ ഡയഗ്രത്തില് യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെന്റഡ് ബൈ റെക്ടാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഇറ്റ് സബ്സെറ്റ് ബൈ സർക്കിൾസ്. സബ്സെറ്റുകൾ ഇതുപോലെ സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും അല്ലെ? എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് അല്ലേ? നോക്കി, 1 3 5 6 7 8 അത് എയിലുള്ള എല്ലാ എലമെന്റും യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റാ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എയുടെ ഒരു സൂപ്പർ സെറ്റ് എന്ന് പറയും. ബിയിലുള്ള എല്ലാ എലമെന്റും യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റിന് നമുക്ക് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് എന്ന് പറയും. സി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റും യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അപ്പൊ സി എന്ന് പറയുന്ന സെറ്റിന് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സബ്സെറ്റിനെ സിയുടെ ഒരു സൂപ്പർ സെറ്റ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഇതാണ് വെൻ ഡയഗ്രാം, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. അതില് യൂണിവേഴ്സൽ സെറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ റെക്ടാങ്കിൾസ് ആൻഡ് സബ്സെറ്റ് ആർ സർക്കിൾസ്. സബ്സെറ്റിനെ നമ്മൾ റെപ്രസെന്റഡ് ബൈ സർക്കിൾസ്. സബ്സെറ്റിനെ സർക്കിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ.